ഹായ് 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 ആഴ്ച കഴിഞ്ഞവരല്ലേ അവിടെ പുതിയൊരു വീടിലേക്ക് ആഹാ. ഓ ഗായ്സിന്റെ ചെരുപ്പ് പൊട്ടിയിട്ട് അവിടെ ഇപ്പോൾ ആരും ഇല്ല. ആകെ 1-2 ലോറികൾ മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ അലമ്പ് കാര്യമൊക്കെ കഴിഞ്ഞു. പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾക്ക് ചെരുപ്പ് കിട്ടണം, അന്ന് വെള്ളം കിട്ടണം, കുക്ക് ചെയ്യണം, ഒരുപാട് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്രാമങ്ങൾ സന്ദർശിക്കാം. പിന്നെ നാഗ്പൂരിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ നാഗ്പൂർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കണം, പറ്റുകയാണെങ്കിൽ നോക്കണം. നാഗ്പൂർ ടൗണിലേക്ക് കയറാൻ പറ്റുമോ എന്തോ അറിയില്ല. കയറാൻ പറ്റുവാണെങ്കിൽ കയറണം. കയറിയിട്ട് അവിടുത്തെ മാർക്കറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. നാഗ്പൂർ എന്ന് പറയുന്ന മൊത്തത്തിൽ ഈ നാഗ്പൂർ ഭാഗത്ത് അധികം കൃഷി ചെയ്യുക ഉള്ളിയാണ്. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ സീസൺ അല്ല, ഇപ്പോൾ ഒക്കെ നടുന്ന ടൈമാണല്ലേ. ഇപ്പോൾ ഒക്കെ വിത്ത് പാകുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാഴ്ചകളില്ല. വിത്ത് പാകുന്ന കാഴ്ചകളാണുള്ളത്. അത് പറിക്കുന്നതോ അല്ലെങ്കിൽ അതിങ്ങനെ എന്താ പറയുക മുളച്ച് നിൽക്കുന്നതൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും രണ്ട് സൈഡിലും നോക്കാല്ല എല്ലായിടത്തും ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുക പറമ്പായിട്ട്. ഈ വണ്ടികളൊക്കെ പോണ മാതിരി അതേപോലെ ഞങ്ങൾ പോകണം. കാരണം വില്ലേജിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇത്ര വണ്ടികൾ കണ്ടില്ല. അതേപോലെ കുറച്ച് ഒരു ഭാഗം ചെറുപ്പാകും. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ കാഴ്ചകൾ എന്താണ്, ഇന്നത്തെ കാഴ്ചകൾ നമ്മൾക്ക് എന്താണെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പോണ വഴിക്കുള്ള മനോഹരമായ കാഴ്ചകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് തുടങ്ങുവാണ് യാത്ര. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇന്ന് ഞങ്ങൾ മധ്യപ്രദേശ് കയറും, ഇല്ലാതാണെങ്കിൽ നാളെ എന്തായാലും മധ്യപ്രദേശ് കയറിയിരിക്കും. മധ്യപ്രദേശിക്ക് ഇനി വലിയ ദൂരമൊന്നുമില്ല, 100 കിലോമീറ്റർ കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. അപ്പോൾ 100 കിലോമീറ്ററിലേറെ നമ്മളൊരു ദിവസം ഓടാറുണ്ട്. ഇന്ന് വില്ലേജും കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഓട്ടം ഇവിടെ തന്നെ കറങ്ങി ഓടും. മിക്കവാറും ഞങ്ങൾ ഇന്നത്തെ ദിവസം കൂടി അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഇറങ്ങാൻ മതി. ചെങ്ങന്മാരെ ഞങ്ങൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു ടോൾ പ്ലാസ ഉണ്ട്, ബോർക്കേഡ് ടോൾ പ്ലാസ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാഗ്പൂർ, അങ്ങനെ ഉത്തർപ്രദേശ്, വാരണാസിയൊക്കെ പോകാം. ഇത് നമ്മുടെ മുന്നിൽ കണ്ടെങ്കിൽ വലിയൊരു ബോളായിട്ട് എന്താ സാധനം മനസ്സിലായി. ആ വണ്ടിക്കാണ് ഇഷ്ടംപോലെ ടയറുകളുണ്ട് അല്ലേ. ടയർ നല്ലുള്ളൊരു വണ്ടിയാണ്. ഇതിലൊക്കെ ഇഷ്ടംപോലെ ലോറികളാട്ടോ, വെറും ലോറികൾ മാത്രമാണ്. ലോറി എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിയിലത്തെ ഓരോ ലോഡുകൾ നമ്മൾ കണ്ടാൽ അതിശയപ്പെട്ടു പോകും. ഓരോ വണ്ടീൻ്റെ ലെങ്ത്ത് കണ്ടാലൊക്കെ അതിശയപ്പെട്ടു പോകും. ഇതും അത്തരത്തിൽ അതിശയപ്പെട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. വേഗം പോര്, നാഷണൽ ഹൈവേ ആണ് ഇത്. കണ്ടെങ്കിൽ ഇതെന്തായിരിക്കും സാധനം അല്ലേ. ഓ പടുക്കുറ്റ സാധനം. ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ചേസ് ഉള്ളത്. ഈ ഒരു വണ്ടി നമ്മൾ മഹാരാഷ്ട്രയിൽ കൂടെ പോയതിന് മുമ്പും കണ്ടിരുന്നു, പൂനെന്ന്. അപ്പോൾ ഇതിന് 10-16 ടയർ കാര്യമൊക്കെ ഉള്ളൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്നാണ്. ഒരു പടുക്കുറ്റ മെഷീനാണ് തോന്നുന്നു കൊണ്ടുപോകണം അല്ലേ. അത് കണ്ടോ. അപ്പോൾ വേറെ ഒന്നുണ്ട് അവിടെ കാലിയായിട്ട് കിടക്കണം. ഈ വണ്ടി ഏതാ, ഭാരത് ബെൻസാ? ഭാരത് ബെൻസിൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് കാണുന്ന പോലെയുള്ളൊരു ഇതാണല്ലോ. അല്ല, വോൾവോ. വോൾവോ ആണ് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെയാണ് ഈ സാധനം. ഒരു പടുക്കൂറ്റ മിഷീനാണ് ഇത്. എന്ത് മെഷീൻ അറിയില്ല. കണ്ടങ്ങൾ വലിപ്പരുത്തിയിട്ടതിൻ്റെ ഇതിനൊരുപാട് ഗിയറും അല്ലേ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ലിവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ട് ഈ വണ്ടിക്ക്. ഈ വണ്ടി ഫുള്ള് സെറ്റപ്പാണ്. വിൻഡ് മില്ലിൻ്റെ മാതിരി എന്തോ ഒരു മിഷനാണിത്. നമ്മൾക്ക് എന്താ മനസ്സിലാവണില്ല ഇതെന്ത് മിഷനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടോ. ബോയിലർ എന്നാണ് പറഞ്ഞത്. ഏതോ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവാണ് അവർ. പക്ഷേ അവർക്ക് നമ്മൾ സംസാരിക്കാൻ ടൈമിൽ പോകണം അല്ലേ. അതെ, ഞങ്ങൾ തന്നെ ഇനി അങ്ങനെ പോയോ കേട്ടോ. നമ്മൾ ആ ഭാഗത്തേക്കാണ് പോയി നോക്കാം. ഇനി എന്തൊക്കെയാണ് മുന്നിലുള്ള അറിയില്ല. ഇത് കണ്ടപ്പോൾ നിന്ന് കാണണം തോന്നി. നോക്കണം നന്നായിട്ട്. കാരണം വണ്ടികൾ ടോൾ പ്ലാസയിലേക്ക് ഇടിച്ച് കയറുന്നൊരു സ്ഥലമാണത്. മക്കളെ, നമ്മളുടെ വണ്ടി അക്കരെ നിർത്തിയിട്ട് ആ ലോറിൻ്റെ ബാക്കിൽ ഇവിടെ പാടത്ത് വിമാനം ചാടി അല്ലേ. പാടത്ത് വിമാനം ചാടിയാണ്. കണ്ടത് അങ്ങോട്ട് പോണടാ. ആകെ ചളിൻ്റെ കാര്യമാണ്, ചെരുപ്പില്ല. കണ്ട കാഴ്ച പാടത്ത് വിമാനം ചാടി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാലുമ്പോൾ ചെരുപ്പില്ല. എനിക്കവിടെ ചളിയാണ്, പരമ ചളിയാണ് അവിടെ. അല്ലേ, ആകെ ചളിയാണ്.
പാടത്ത് വിമാനം ചാടി കിടക്കാണ്. കയറി കാണാൻ കയറിയുണ്ട്. അതായത് എയർ ഇന്ത്യ എത്തിട്ടോ, എയർ ഇന്ത്യയാണ്. ഏതായാലും പാടത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തേക്കണ വണ്ടി. പക്ഷെ ഞങ്ങൾക്ക് അവർക്ക് പോകാൻ പറ്റില്ല, കാരണം ഫുള്ള് ഈ കാണുന്നതൊക്കെ ചെളിയും ചാണകമാണ് കണ്ടച്ച്. ആ അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾക്ക് പോവാം, മുന്നോട്ട് പോവാം അല്ലേ. ഇത് കണ്ടോട്ടെ, ലോറിയിലെ ലോറി, ലോറിയിലെ ലോറി, ലോറിയിലോ ലോറി അല്ലേ. എന്താ എന്റെ പരിപാടി? അല്ല പിന്നെ മെട്രോ, മെട്രോന്റെ താഴത്ത് കൂടെ നമ്മൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നാഗ്പൂരിലേക്ക് എത്തിയിരിക്കുവാണ്. അതായത് ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റിയാണ്, ഓറഞ്ച് സിറ്റി. ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും. ഇവിടെ ധാരാളം ഓറഞ്ചാണ് കൃഷി ചെയ്യുന്നത് ഈ ഒരു നാഗ്പൂരിൽ എന്ന് പറയുന്നത്. നാഗ്പൂരിന്റെ പ്രദേശഭാഗങ്ങളിലൊക്കെ മെട്രോ സ്റ്റേഷൻ, കൂടെ നമ്മള് പോണേ. മെട്രോ സ്റ്റേഷന്റെ താഴത്ത് കൂടെയാണ് പോകുന്നത്. അറങ്ങട്ടല്ല കറിയിക്കോട്ടെ. അതായത് നാഗ്പൂർ സിറ്റി അല്ലെങ്കിൽ നാഗ്പൂരിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ ക്ലീൻഡ് ആണ്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. സ്വച്ഛ് ഭാരത് ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്രയുടെ മൂന്നാമത്തെ വലിയ നഗരമാണത്. ഫസ്റ്റ് മുംബൈ സിറ്റി, അത് കഴിഞ്ഞാൽ പിന്നെ പൂനെയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ നാഗ്പൂരാണെന്നാണ്. അതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരു നഗരമാണ് ഈ നാഗ്പൂർ എന്ന് പറയുന്നത്. ആ നഗരത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ നോക്കാം, ഒക്കെ നല്ല ക്ലീനാണ് അല്ലേ, നല്ല ക്ലീൻ. എല്ലാ ഏരിയകളും ഒക്കെ നല്ല ക്ലീനാണ്. ഡ്രോയിങ് വരഞ്ഞോണ്ട് രണ്ട് സൈഡും ഉണ്ട്, രണ്ട് സൈഡും ഉണ്ട്. അതെ, നാഗ്പൂരിൽ മഴയാണ് ഗൈസ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ചാറ്റിൽ മഴയാണ്. ഞങ്ങളുടെ നാട്ടില് വണ്ടൂരൊക്കെ ഈ മഴ എന്താ പറയുക, മഴ വലിയൊരു ഈണത്തിനും താളൊന്നും അതിന് കൊടുക്കാറില്ല അല്ലേ. മഴ പോയ അത് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇത് ഞാൻ പറയണമെന്നൊക്കെ കമന്റിലുണ്ടാവും. മഴയല്ല, മഴയാണ്, മഴ. അതവന്റെ നാട്ടിലത്തെ ഒരു രീതി പോലാണ് നമ്മള് നിൽക്കേണ്ടത്. അങ്ങനെ വരാൻ പാടുള്ളൂ. ഞാൻ എത്ര ശ്രമിച്ചാലേക്ക് മഴ വരൂല. മഴ മഴക്കോലോ. ഓറഞ്ച് ഓറഞ്ച് കണ്ടോ, അല്ലേ. ഇങ്ങനെ തന്നെ മേടിക്കണേ, മഞ്ഞും പൊട്ടൂല അതിൻ്റെത്, ആ പൊട്ടൂല ഇനി കുറേ ഇതന്നെ മേടിക്കണേ. ഇതല്ല പൊട്ടിയത്, പൊട്ടിയായിട്ട് ഇങ്ങനല്ല. ഓക്കെ, ഇത് വേണോ അത് വേണോ, ഇത് വേണം. ഫുള്ളായിട്ട് ഫുൾ ഓൺ ഫുൾ പവർ. അതെ, സെറ്റാട്ടോ, ചെയ്യാറുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഏതാ ഏതാ ഏതാ, ഇത് വേണോ അത് വേണോ, അത് എടുത്തേ, മറ്റെടുത്തായി മഞ്ഞ. ആ അതെ, മഞ്ഞ. അത് രസമൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഇറങ്ങുള്ളൂ, ചളി ആയി. അതുകൊണ്ട് എനിക്ക് രണ്ടെണ്ണം മേടിക്കണ്ടേ. ഇതെന്താ വെച്ചാല് അത് റബ്ബർ തന്നെയാണല്ലോ, ഞാൻ ഈ തുണിയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഏട്ടൻ അപ്പിനാ മയൂർ, മയൂർ എന്ന് പറഞ്ഞ ഈ ഏട്ടൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. സൺ, യുവർ സൺ. ഓ ഇഷ്ടമാണ്. ഓ അപ്പോൾ നമുക്ക് വെള്ളം അദ്ദേഹം തന്നിട്ടുണ്ട്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല, 220 റുപ്യ തന്നെയാണ് ഫിക്സ് റേറ്റ്. ഗായ്സ്, ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്യാം കേട്ടോ, വലിയ വണ്ടി വേണമെന്നൊന്നുമില്ല. കണ്ട നിങ്ങൾ പരസ്യം വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓരങ്ങനെ ചവിട്ടി പോകാം ടൗണിൽ കൂടെ ഒക്കെ, പോട്ടെ ഉഷാറാകട്ടെ. പരസ്യമല്ലേ. മെട്രോൻ്റെ താഴത്തല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് ഹൈവേയുടെ താഴത്താണ്. ഇവർ പറയണത് വെച്ചാൽ നമ്മളെ കേരളം എന്ന് പറയുമ്പോൾ കന്യാകുമാരി എന്ന് പറയും. അതായത് കന്യാകുമാരി, നമ്മൾ കന്യാകുമാരി ആണെന്നൊക്കെയാണ്. എന്തായാലും വെള്ളമായിട്ട് ആയി കിട്ടണല്ലോ, 30 ലിറ്ററാണ് തികയേണ്ടല്ലേ. ഇവിടുത്തെ കല്യാണമാണ്.
കല്യാണമല്ല കല്യാണ ചെക്കന് കൊണ്ടുപോവാണ്. ഞാൻ കണ്ടിക്കണേ ഏതാറിയോ ക്യൂ കൺട്രീസിൽ ദിലീപൊക്കെ പോണേ, അല്ലാതെ കണ്ടില്ല അല്ലേ. അത് നമ്മുടെ വണ്ടി താണ്ട അവിടെ നടക്കണം. എനിക്ക് കുറവാക്കാറ ടൗണിക്കാണ് ഒരു പോണത്. ഓനെ കുതിരപ്പുറത്ത് കയറിയിരുന്ന് കൊട്ടും പാട്ടും മേളൊക്കെ ആയിട്ട് നല്ല രസമായി കമ്പം. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടാ പോയിന്. ഇവിടെ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തിരുന്നു, ഇപ്പൊ പെയ്യണില്ല. അങ്ങനെ ഞങ്ങൾ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു തുറസായ സ്ഥലം കിട്ടിയാൽ കുക്ക് ചെയ്യാം. തണൽ വേണമെന്നൊന്നുമില്ല, കാരണം ഇന്ന് വെയിലില്ല അല്ലേ. വെയിലില്ലെന്ന് ഇവിടെ ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ ആളെ കാണുന്നില്ല, ഇരുട്ടിലാണ്. ഒളിവിലാണ്. പരാതി കൊടുത്തിട്ട് ഞങ്ങള് ഒരു ഒഴിഞ്ഞ പാടമാണ് ഈ പറമ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മളുടെ വണ്ടി ഇങ്ങനെ ഇറക്കി നിർത്തിയിട്ടുണ്ട്. ഹൈവേ പോകുന്നത് അതിലാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി നിർത്തിയിട്ട് നമ്മുടെ പരിപാടി കുക്കിംഗ് ആണ്. അടുപ്പൊക്കെ കണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അരി എത്ര? 2 ഗ്ലാസ്സോ? നോക്കട്ടെ ക്ലാസ്. ഈ ക്ലാസ് 2 ഗ്ലാസ് അരിയാണ് എനിക്ക് 2 നേരത്തെ ചോറുണ്ടാവും. അതാണ് കറക്റ്റ് അല്ലേ? എന്നും കറക്റ്റ് ആയിരിക്കും അത്. പിന്നെ 2 ഉള്ളി, 2 തക്കാളി, ഉള്ളി റോസ്റ്റും മുട്ട വാങ്ങിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ. മുട്ട ആംപ്ലേറ്റും, ഉള്ളി റോസ്റ്റും മുട്ട ആംപ്ലേറ്റും ആണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് അരിയാട്ടോ. പരിപാടി എന്താ വെച്ചാൽ ഉള്ളി റോസ്റ്റാണ്. ഉള്ളി റോസ്റ്റ് ചെയ്യുന്നു. ഉള്ളിയും തക്കാളിയും കുറേ അതിലൊക്കെ കഴിച്ചിട്ട് അത് കുറേ ആയി. പിന്നെ ഓരോ ആംപ്ലേറ്റ് ആണല്ലോ, അപ്പോൾ അയക്ക് ഇതാവും നന്നാവുക. എണ്ണ ചൂടായാൽ ഇതിടാം. എണ്ണ ചൂടായി 3 ഉള്ളി എടുത്ത് കൊണ്ടേ. 3 ഉണ്ടായിക്കോട്ടെ. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ച് വെള്ളം ഒഴിക്കാൻ മതി, വളരെ കുറച്ച്. വേണമെങ്കിൽ ഇനി ഒഴിക്കട്ടെ, വെള്ളമല്ലേ. അങ്ങനെയെങ്കിലും ഇതായിക്കും കേട്ടോ. സാറല്ലേ നടക്കട്ടെ. ആംപ്ലേറ്റിനുള്ള ചട്ടി സിംഗിൾ ആംപ്ലേറ്റ്. ഓക്കെ, റെഡി അല്ലേ? ആംപ്ലേറ്റ് എന്തായി നോക്കാം നമുക്ക്. സൂപ്പർ സട്ടിക്കുള്ള മടിക്കറേ. ഉള്ളി റോസ്റ്റ് 1 ആംപ്ലേറ്റ്, ഉള്ളി റോസ്റ്റ് 1 ആംപ്ലേറ്റ്. എന്താ മട്ടൺ റോസ്റ്റ് എന്താ ഉപ്പ് വേറെ ഉണ്ടോ? ആംപ്ലേറ്റിലോ? ഓക്കെ അല്ലേ? എന്നാ കഴിച്ചോട്. സറാട്ടെ നന്നാട്ടെ. തേങ്ങര ഒരു പമ്പിലെത്തിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇവിടെ പെട്രോളിൻ്റെ വില 104 ആണ്. അപ്പോൾ ഡീസലിൻ്റെ വില എത്ര? ഡീസലിന് ഇവിടെ 90 റുപ്യയും 90 പൈസ, 90 രൂപ 90 പൈസ അല്ലേ? നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഒരു ഉൾഗ്രാമത്തിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഉള്ളിലേക്ക് കയറി പോകണം കുറച്ച് നേരം. വൈകുന്നേരം വരെ ഉള്ളിൽ കൂടെ കളിക്കാമല്ലോ. കളിക്കാം. ഇവിടുന്ന് ഒരു അടുത്തേക്ക് റോഡ് പോകുന്നുണ്ട് കണ്ടോ? ആ ഒരു പൊളിഞ്ഞാടി ബസ് പോകുന്നു. ആ റോഡിന് പോയി നോക്കാം. അതൊരു മെയിൻ റോഡാണ്, അതൊരു ഹൈവേ തന്നെയാണല്ലേ? ആണോ? അതിലാണ് നമ്മൾ പോകണേ. അതിൽ പോയിട്ട് നമ്മൾക്ക് അതിന് ഹൈവേ എന്നല്ല, മെയിൻ റോഡാണ്. ഈ ഒരു മെയിൻ റോഡിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറിപ്പോകും. ഈ റോഡിൽ നിന്നും ഈ ഒരു
പോകുന്ന വഴിയായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ്. തികച്ചും കല്ലുകൊണ്ടില്ലേ, കല്ലും മണ്ണുമാണ്. ഇത് നോക്കി, ഇത് മറ്റേ കല്ലാണ്, ഇഷ്ടികയും കൂടി അല്ല അല്ലേ. ഇനി അങ്ങനെ ഉള്ളിലേക്ക് കുറച്ച് നേരം ഇങ്ങനെ നടന്ന് പോയോക്കാം. വണ്ടി ഇല്ലാതെ കേട്ടോ പോണ, വണ്ടി നമ്മൾ നടത്തിയത്. വേലിയുണ്ടോ കന്നുകാലികൾ, ചെറിയ വീടായി കാരണം. പക്ഷെ സണ്ണും അതുപോലെ TV കാര്യം, കറണ്ട് എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലങ്ങളാണ്. ഇത് കൃഷി സ്ഥലമാണല്ലേ. പിന്നെ ഇവിടെ ഈ ടൈപ്പ് കട്ട നമ്മുടെ നാട്ടിലുണ്ട്, ഈ കട്ട അല്ലേ. ഇതിപ്പോൾ പുതിയ വീടുകൾക്കൊക്കെ ഇതാണ് തോന്നുന്നു ഉപയോഗിക്കുന്നത്, ഇഷ്ടികൻ്റെ പകരമായിട്ട് അല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പണി ഇരിക്കണോ? അത്രാണ്ട് തീരെ സൗകര്യങ്ങളില്ലാത്തൊരു ഗ്രാമമൊന്നുമല്ല, സൗകര്യങ്ങളുള്ളൊരു ഗ്രാമമാണ്. പിന്നെ ഇതിൽ ധാരാളം വഴിയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ. പല ഭാഗത്തേക്ക് 4 പുറം ഭാഗത്ത് വഴികളുണ്ട്. പിന്നെ പ്രത്യേകിച്ചുള്ളൊരു എന്താ പറയുക, എനിക്ക് ചിലയിടങ്ങൾ കണ്ടിട്ട് നമ്മളുടെ നാട്ടിലെ നമ്മുടെ നാടുണ്ടല്ലോ, നമ്മളുടെ വില്ലേജുകൾ, ആ ഒരു ഇതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ചില വീടുകൾ. ഈ വീടൊക്കെ ഇപ്പം അതിൽ പെട്ടതാണ് അല്ലേ. അതിൻ്റെ ഓടൊക്കെ ഡിസൈനൊക്കെ വേറെയാണ്. ആ ടൈപ്പ് ഓടാണ്. ആ ഓട് അത് സംഭവമാണ്. അതായത് ഒരു ഇത്ര അല്പം ഉള്ളത്, ഇങ്ങനെ ഇത്ര ഉള്ളൂ. ഇത് വലിയൊരു വില്ലേജ് ആണെന്നാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിന് വീഡിയോ താല്പര്യമില്ല പറഞ്ഞപ്പോൾ പിന്നെ അല്ലേ. ഇതങ്ങനെ നേരെ വേറെ ആ റൂട്ടുമ്മൊക്കെ തന്നെ തോന്നുന്നേക്ക്. എന്നാൽ നമുക്ക് ഇനി ഇതിലെങ്ങനെ പോയോക്കാം. ഒന്ന് കറങ്ങി നോക്കാം, കറങ്ങി അടിക്കാം. ഇത് ഒരു ഇടവഴി കേട്ടോ ഗൈസ്. വളരെ എന്താ പറയുക, ഇടുക്കായിട്ടുള്ളൊരു വഴിയാണ്, ഇടുക്കാൻ പാത. ഈ വീടുണ്ടോ വെറും മണ്ണാണ്, വെറും മണ്ണ്. പിന്നെ അതുപോലെ തന്നെ മേലെ അതേപോലെ മരങ്ങളൊക്കെ വെച്ച് ഒക്കെ സെറ്റപ്പാണ്. ഏറ്റവും മേലെ ഷീറ്റാണ്, പിന്നെ ഫുള്ള് മണ്ണാണത്. പൊളിഞ്ഞാളിട്ടോ, അത് പഴയ വീടായിരുന്നു തോന്നുന്നു. ഇവരുടെ തറവാട്ട് വീടൊക്കെ മഴ കേട്ട അത്ര ഉള്ള ആ ഓട്. ഈ ഓട് അറിയണം, ഇത്രേ ഉള്ളൂ. യെസ്, ഇവിടെ എല്ലാ മൂലയിലും ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ടല്ലോടാ. ഇരിക്കാനുള്ള എന്താ പറയുക, ചെയറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും തന്നെ ഒരു വീടാണ്, ഇവരുടെ ഒരു പീഡിയ കച്ചവടമാണത്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും വാങ്ങണം. ഷാമ്പു ആണോ നമുക്ക്? ഷാമ്പു വാങ്ങാം അല്ലേ. ഷാമ്പു ഒരു 10 എണ്ണം, 5-ൻ്റെ 2 ബിസ്ക്കറ്റും വാങ്ങിയോ. അത് ഹാപ്പി ആയില്ലേ. ഇതിവരുടെ വീട് തന്നെ കേട്ടോ. ഇതെന്താ തലമുട്ടി? അതതിൻ്റെ തൂങ്ങലാണ്. ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇവിടെയൊക്കെ പല ബിൽഡിങ്ങുകളുടെയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒക്കെ വളരെ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. ഹിന്ദി അറിയാത്തത് വല്ലാത്തൊരു പണിയാണ്. ഈ ഏട്ടൻ വിടുത്തിയോ? ഈ ഏട്ടനാണ് നമ്മളോട് അവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. അതായത് നമ്മൾ വള്ളട്ടേങ്ങ ചുറ്റി പോകുന്നൊക്കെയാണ് അല്ലേ. വള്ളട്ടേങ്ങ ചുറ്റി പോകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ വീടാണോ ഒന്ന്. പിന്നെ എന്താ, കർഷകരാണോ ചോദിച്ചാൽ ഇവരുടെ പ്രധാന വരുമാനം ക്ഷീരോത്പാദനമാണ്. കാരണം എന്താ വെച്ചാൽ മിക്ക വീടുകളിലും കന്നുകാലികളുണ്ട് അല്ലേ. കന്നുകാലി വളർത്തൽ അപ്പോൾ ഇവരുടെ ഒരു പ്രധാന വരുമാനം തന്നെയാണ്. പാല് അതുപോലെ തന്നെ വളം ഒക്കെയാവും ഇവരുടെ ഒരു പ്രധാന വരുമാനമായിട്ട് അവർ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. ഏതായാലും ഞങ്ങൾ ഇതിൽ വഴി പോയി അതിലങ്ങനെ കറങ്ങിയിട്ട് ഇതുവഴി ഇങ്ങനെ പോന്നു. ഇനി ഞങ്ങൾ ഇതുവഴി അങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. ഞങ്ങൾ ഈ റോഡ് തന്നെ അങ്ങനെ പോയി നോക്കാം. നമുക്ക് പോകുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. വയസ്സ് അപ്പോൾ ഇവിടെ ഒരു വീട്ടിലേ ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു അതിൽ. അപ്പോൾ ചേച്ചി ചോദിക്കുക എന്താണ് ഷാമ്പു ആയിട്ട് ഇതെന്താ കയ്യിൽ ക്യാമറയൊക്കെ അല്ലേ, ഇതിനൊരു ബിസ്ക്കറ്റും ഉണ്ട്. ഇതാണ് ഈ ചേച്ചി. ആപ്കാ നാം? ലളിത നഗൂസ്. യോ ഗർ ഇവരുടെ വീടാണത്. അപ്പോൾ ആടൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ചെക്കനും ഉണ്ട് അല്ലേ. ചെക്കന് എന്തോ ഒരു സുഖമില്ലായ്മ ഉണ്ടോ കണ്ടിട്ട്. ഇതൊക്കെ ടെറസിൻ്റെ വീട് തന്നെ കേട്ടോ. ഓക്കെ ബായ്. എന്നാൽ പിന്നെ ഞങ്ങൾ പോവാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതാണ്ടോ ഇവരുടെ ഗേറ്റാണിത്. ഗ്രാമത്തിൽ നിന്ന് പോന്നാണ്ടേ പോരെന്ന് പറഞ്ഞാൽ ഇതാ കാണുന്ന അവിടെയൊന്ന് ഗ്രാമം. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇതൊരു പാലമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നദി ഒരു നദിക്ക് കുറുകെയുള്ള പാലമുള്ളത്. ഈ നദിയുടെ പേര് പെഞ്ച് റിവർ എന്നാണ്. പെഞ്ച് പുഴ. ഓക്കെ. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമ്മൾക്ക് വണ്ടി ബൈക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതിലെങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് ബൈക്ക്. നമ്മളെ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ പണിയാവും. മണലാണ്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ എന്ത് സംഭവം ഓപ്പൺ ആക്കാത്ത ഈ പാലം. പിന്നെ ഇവിടെ കുറേ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് അല്ലേ.
ഓ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, നല്ല അടിപൊളി വെള്ളം, കുളിക്കാനൊക്കെ പറ്റിയ നല്ല സൂപ്പർ വെള്ളമാണ്. നമുക്കവിടെ താഴത്തേക്ക് ഇറങ്ങി പോയിട്ട് അവർക്ക് മീൻ കിട്ടിയിട്ട് നോക്കണം. പോയൊക്കെയല്ലേ ഞങ്ങളെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കണവർക്ക് മീൻ കിട്ടിക്കണോ നോക്കട്ടെ കേട്ടോ. അവർക്ക് മീൻ കിട്ടിക്കണേ ആ മീനൊക്കെ ഒന്ന് കണ്ടിട്ട് പോരാൻ മതി. എന്തേ അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പോൾ താഴത്തേക്ക് അങ്ങനെ പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഉണ്ട് അതിലെ ബൈക്കായിട്ട് അവർ പോകുന്നുണ്ട്. ഇതിലെ നമ്മുടെ വണ്ടി കൊണ്ടുവരികയൊക്കെ ചെയ്യാം, പക്ഷേ എങ്കിൽ ഫുൾ ഓഫ് റോഡാണ്. അതായത് ചിലയിടങ്ങളിലൊക്കെ നമുക്ക് 3 വീലായതുകൊണ്ട് എടുത്തിട്ട് പോരുമ്പോൾ മൗണ്ടോ അല്ലെ ആക്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ യാത്രയെ തന്നെ ബാധിക്കരുത്. കാരണം ഞാൻ അത്ര സാധനങ്ങളൊന്നും കയ്യിൽ കരുതിയിട്ടില്ല. റിസ്ക് എടുക്കണ്ട വെറുതെ. റിസ്ക് എടുക്കണ്ട. പാലം പൊളിഞ്ഞടിയക്കടാ. ഓ പാലം പൊളിഞ്ഞടിയതാണ് ഗൈസ്. ഇത്രയും പുതിയൊരു പാലം പൊളിഞ്ഞടിയോ അല്ലേ? കൃത്രിമം. വെള്ളത്തിന് തണുപ്പുണ്ടോ? തണുപ്പൊക്കെ ഒന്നുമില്ല, തണുപ്പൊക്കെ പാകമാണ്. ഇതാണ് പാലത്തിൻ്റെ ചുവട്. എങ്ങനെ ഇത് പൊളിഞ്ഞടിയതാവലടാ പാവങ്ങൾക്ക്. ഇപ്പോൾ വഴിയില്ലേ? അവിടെ ചിലപ്പോൾ ഇത് വേറെ നഗരമായിട്ട് ബന്ധിപ്പിക്കുന്നതൊക്കെ ആവാം. എങ്കിൽ ഇപ്പോൾ അത് അടഞ്ഞു പോയി, പാലം പൊളിഞ്ഞില്ലേ. ഇതിലെങ്ങനെ നടന്നു പോകണം, അപ്പോഴേ നമ്മൾക്ക് അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അതിലൊക്കെ വെള്ളമാണല്ലേ. പോണ് ഒരയിലേ പോവുള്ളൂ. ആ മൂല കൂടെയാണ് ഒരു പോയി ക്ലിയർ ആയിക്കണം. ഈ ആ മിഷൻ ചൂണ്ടലേക്ക് കേട്ടോ, മിഷനെ കിട്ടാണ് അവരടിക്കണത്. ഓക്കെ. ഓ ഇതൊക്കെ ചൂണ്ടൽ ഐറ്റംസ് ആട്ടോ ഗൈസ്, ഒക്കെ ചൂണ്ടൽ ഐറ്റംസ് ആണ്. വേറെ ഇടുന്നുള്ളൂ. പൊങ്ങൊക്കെ കണ്ടോ, എത്രങ്ങാനും വലിയ പൊങ്ങ കിട്ടിയിട്ടുള്ളത് അല്ലേ? ഓ ഏതായാലും അവിടെ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. അവിടെ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഒരു കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ? ഈ ചോട്ടിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. പാലം വമ്പം പൊളിയിലെ പൊളിഞ്ഞു കേട്ടോ. മൈദയാണ് കഴിച്ചത് ഇടണം, മൈദ കേട്ടോ. ഉണ്ടോ? അതായത് ഇതിന്ന് വലുതൊന്നും നല്ല ഒരു പിടിക്കണത് അല്ലേ? ചെറിയ ഐറ്റംസാണ് പിടിക്കണത്. കാരണം ഈയൊന്നുമില്ലേ, പറച്ചുകൊണ്ടലായിട്ട് ഈർപ്പം അറ്റത്തൊരു പൊക്കയും കെട്ടിയിട്ടേക്കുവാണ്. ഇത് ഇവർക്ക് കിട്ടിയ മീനാണ്. അത്യാവശ്യം എല്ലാം കിട്ടിയിട്ടോ. ആടാ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ വെക്കാം, നല്ല വലിയ മീനാണ്. അവിടെ തന്നെ വെക്കാം, വലയിൽ അങ്ങനെ വെച്ചേക്കുവാണ്. आपका नाम ബണ്ടു. ഓക്കെ. ഇവരൊക്കെ ഈ ഗ്രാമത്തിലുള്ള ആളുകളാണ്. ഇവരവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ, അവിടെ ഒരു ടീം ഇരിക്കുന്നുണ്ട്, ഇവരുണ്ട്, ഇവിടെ 2 പേരുണ്ട്. ഇവരങ്ങനെ മീൻ പിടിച്ചിരിക്കുവാണ്. മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഇവർക്ക് കേട്ടോ. ഓ മൈദയാണ്, മൈദമ്മലാണ് അല്ലേ പിടിക്കുന്നത്? അല്ലാതെ അഭി മൈദ. ഏവല कुक्कूस कुक्कूस अपना नहीं क्या बोलते हैं, चावल का ऊपर वाला नहीं रहता किस वो डाल के पुണ്ണാക്കാണ് ഗൈസ്, പുണ്ണാക്കാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ പോണേ. ഒന്നൊരു പിടിക്കണ കണ്ടിക്കണമെങ്കിൽ ഉഷാറായിരുന്നു. മൂപ്പര് അത് തേക്കണുണ്ടോ ആകുമ്പോൾ അങ്ങനെ ആ കൊക്കമ്മ അങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ സിമ്പിൾ പരിപാടി അല്ല. നല്ല മീനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ മഹാരാഷ്ട്രൻ്റെ ഈ നാഗ്പൂർ ഉണ്ടല്ലോ, ഇവിടെ 2-3 ആനയും കാര്യമൊക്കെ ഈ ഒരു റിവറിനുണ്ട്. ഇതൊന്നാണ് ഇവർക്ക് കൃഷിയിടങ്ങളിലേക്കും അപ്പോൾ തന്നെ വൈദ്യുതി ഉൽപ്പാദനമൊക്കെ നടത്തുന്നത് കേട്ടോ. അത്രയും വലിയ റിവർ തന്നെയാണ്, നിസ്സാരമല്ല. കൊത്തുന്നുണ്ട് മൂപ്പര് കൊത്തുന്നുണ്ട്. ആയിട്ട് അമ്മ വലിയ വലിച്ചണ് അപ്പൻ്റെ കൊത്തുണ്ട്. വേറെ കുറച്ച് ടീം പോകുന്നുണ്ട് കേട്ടോ. ഇവർക്ക് കിട്ടിയ മീൻ കണ്ട് ഞങ്ങൾ ധരിച്ചു പോയി. ഓൻ്റെ മക്കളെ ഇത് സാധനം കിട്ടിയാണ്. വാളയാണല്ലേ? വാള. നാം ക്യാ? പള്ളൻ. ആമുണ്ട്. ഒരാമയുണ്ട് കഴിച്ചു. ഇവിടെ ഒന്നും ആമക്ക് വലിയ പ്രശ്നമല്ലേ? നമ്മുടെ നാട്ടിലാണെങ്കിൽ ആമക്ക് പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമല്ല. ഓ ഈ ബായിക്കും ഈ ചെക്കനും പിന്നെ അവരുടെ കൂടെ അവരുടെ ഫാദറും ഉണ്ട്, അങ്ങനെ ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ കിട്ടിയ മീനാണ് അവർക്ക്. മക്കളെ ഇത് ചേറാനല്ല, ചേറാൻ്റെ പോലെയാണ്. ഓക്കെ താങ്ക് യു. आपका नाम? विक्की. सुपर विक्की. ओके बाय.
അപ്പോൾ വിക്കിക്ക് കിട്ടിയ മീനാണ്. വിക്കി ഒരു കൊണ്ടുപോകണ്ടോ അവസ്ഥ എന്താവും എന്താവും. അതെ, ഇത് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. ഓ അമ്മ മീനുകളെ കഴിച്ചിരുന്ന് പിടിക്കണവര് ഇതാണ് പറഞ്ഞ ചൂണ്ടിൽ കൊണ്ട് വരണ്ടി നമുക്ക് കൂടെ ഇവിടെ കുറച്ചു നേരം അല്ലേ. ഇതെങ്ങനെ പൊളിഞ്ഞാടിയതെന്നുള്ളതിന് യാതൊരു വിധ ഇതൊന്നും നമ്മൾക്ക് മനസ്സിലാവണില്ല. എനിക്കുള്ളത് അടി മൊത്തത്തിൽ പുഴകിയിട്ട് അങ്ങോട്ട് മറിഞ്ഞേക്കുവാണ് അല്ലേ. നമ്മളെ തെങ്ങൊക്കെ ഉണ്ടല്ലോ അടി വൈകി മറിയണ അതുപോലെ മറിഞ്ഞേക്കുവാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവർക്ക് ഇവിടെ വരെ ഇപ്പോൾ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ തലയുണ്ട്. എന്നിട്ടിപ്പോൾ ബൈക്കുമ്പോൾ പോകുന്ന ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ ബൈക്ക് കയറ്റിയതിലെ പോവുകയാണ്. ഇപ്പോൾ ഒരാളവിടെ വീണു ബൈക്കും പോയപ്പോൾ. അങ്ങനെ പുതിയ എന്താ അറിയോ, അത് ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ ഒരു കെട്ടാത്ത വിചാരിക്കുന്നു. അതായത് പുതിയതാണ്, പണി തീർന്നിട്ടില്ല എന്ന് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ പണി തീരാത്തതല്ല പ്രശ്നം, പൊളിഞ്ഞാടിയതാണ്. കൃത്രിമേ അത് ഇവിടൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളവിടെ ഇവിടൊക്കെ ഉണ്ട്. ഒക്കെ ഒരേപോലെ തന്നെ നോക്കണ്ട. എന്നാ പിന്നെ ഞങ്ങള് വണ്ടിക്ക് പോവാണ്. വണ്ടിയിൽ പോയിട്ട് നമ്മള് നേരെ അങ്ങനെ ഹൈവേ സൈഡ് പിടിക്കുവാണ്. കാരണം 5 മണി ആവാറായി അല്ലേ. ഈ ഗ്രാമത്തിലെ ചെറിയൊരു മാർക്കറ്റും കൂടിയാണ് ഈ കാണുന്നത് അല്ലേ. മാർക്കറ്റ് അരി കടല മുതലായവയൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട ഒന്നുമില്ല ഇവിടെ. പിന്നെ പലഹാരങ്ങൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് പലഹാരങ്ങൾ, പച്ചക്കറി എല്ലാ സംഭവം ഉണ്ട്. ഏതാ അവിടെ വഴുതനങ്ങ ഒരു ഗ്രാമമാണ് മൊത്തത്തിൽ. ആ ഒരു ഗ്രാമത്തിൽ നമ്മൾ പോന്നിട്ട് അതിന്റെ ബാക്കി 200-300 മീറ്റർ അതിന്റെ ബാക്കി തന്നെയാണത്. എങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. ഹൈവേയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം മധ്യപ്രദേശിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് മധ്യപ്രദേശ് കയറും കേട്ടോ, ചിലപ്പോൾ ഒരു വലിയ ഉറപ്പല്ല. നമുക്കിന്ന് കയറാൻ പറ്റുമോ ഇന്ന് കയറാം അല്ലേ. സമയം കാണുന്നത് 5-5:15 ഒരു 6 മണിക്കുള്ളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ കയറുള്ളൂ, അല്ലെങ്കിൽ കയറൂല. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതായത് മഹാരാഷ്ട്ര മധ്യപ്രദേശിൻ്റെ ഒരു ബോർഡർ ഏരിയ കൂടെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മധ്യപ്രദേശിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. പക്ഷേ എങ്കിൽ 2 സൈഡും കൊടും കാടാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാലമാണത്, ഒരു ബ്രിഡ്ജാണ്. ഈ ഒരു ബ്രിഡ്ജ് ഇതിൽ കെട്ടാൻ കാരണം എന്താ അറിയോ, മൃഗങ്ങൾക്ക് അടിയിൽ കൂടെ പാസ്സാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാലം, അല്ലാതെ ഒരു നദിക്ക് മേലെയുള്ളതല്ല. കാടാണ്, കൊടും കാട്. തേക്കാട്ടോ ആ സൈഡ് കാണുന്ന മരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തേക്കാണ്. കാടിൻ്റെ തിക്നെസ് കാണുന്ന കണ്ടോ, ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാടിൻ്റെ യഥാർത്ഥ തിക്നെസ് കാണാം. പക്ഷേങ്കിൽ ഒരു കുരങ്ങോ മാനോ അത്തരത്തിലൊന്നും ഇവിടെ ഇല്ല. പക്ഷേങ്കിൽ അതിൻ്റെയൊക്കെ സൈൻ ബോർഡ് കാര്യമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, വേറെ ഒന്നുമില്ല. ഇത് കണ്ടോ, ഇത് ഫുള്ള് തേക്ക, ആ സൈഡ് കാണുന്ന ഫുള്ള് തേക്കാണ്. അതായത് ഈ കാട് എന്ന് പറയുന്നത് എന്താ ബെഞ്ച് ടൈഗർ റിസർവാണ്. ഇവിടെയാണ് ഇപ്പം ഞാനും കുക്കും ഈ ഒരു നമ്മുടെ വണ്ടിയും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം റിസർവ് ഫോറസ്റ്റ് കൂടെ വല്ലാതെ ഓട്ടോറിക്ഷ കയറ്റില്ല. പക്ഷേ ഇത് നാഷണൽ ഹൈവേ ആയതുകൊണ്ടാവാം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാര്യമൊന്നും കണ്ടില്ല. അതിന് മുന്നേക്ക് ഉണ്ടോ അറിയില്ല, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാടിങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോകും. നമ്മുടെ വണ്ടി ഒന്ന് ചൂടാറട്ടെ എന്ന് കരുതിയിട്ട് നിർത്തിയതാണ്. ചൂടൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ സമയം കണ്ടോ 6:10 6:10. സൂര്യൻ താന്നിട്ടൊന്നുമില്ലതാ, സൂര്യൻ താക്കുന്നു. ഇതൊക്കെ ഒരു തേക്കും കാടാണ് ഗൈസ്, തേക്കിൻ്റെ കാടാണ് ഈ സൈഡിലേക്ക്, ആ സൈഡിലേക്ക് അങ്ങനെ. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ കാടുകളിൽ ധാരാളം ആളുകളും അതുപോലെ വില്ലേജുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളും, ധാരൊന്നുമില്ല, മണ്ണിട്ട റോഡ് തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ ട്രൈബൽസ് നിൽക്കുന്ന പോലെ തന്നെ ആവാം, അല്ലെങ്കിൽ അവിടെ വലിയൊരു ഊര് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലടാ. എന്നാ പിന്നെ ഞാൻ വേറെ സംഭവം കണ്ടു എന്താണ് തേനില്ലേ, തേൻ, ആ മരത്തുന്ന തേൻ കൂടുണ്ട്, തേമ്പല. എന്നാൽ പിന്നെ നമ്മളങ്ങനെ ഈ ഒരു റോട്ടിന് അങ്ങനെ പോവുകയാണ്. ഇനി ആദ്യം കാണുന്ന ദാബ് എടുക്കാം അല്ലേ. അപ്പോൾ സമയം 6:10. നമ്മൾ മധ്യപ്രദേശ് കയറിയില്ല, കയറാൻ പറ്റുമോ അറിയില്ല, പറ്റുവാണെങ്കിൽ കയറും. എവിടെ ദാബ് കിട്ടണേ, അത് മധ്യപ്രദേശാണ്, മധ്യപ്രദേശിൽ മഹാരാഷ്ട്രയാണ്, മഹാരാഷ്ട്രയിൽ അല്ലേ. ചെങ്ങന്മാരെ ഞങ്ങളപ്പോൾ ഒരു ദാബയെ തപ്പി പോയിരുന്നു. ഒരു ദാബ് അവിടെ കണ്ടിട്ട് നമ്മളിവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ടില്ല, ചോദിക്കണം അല്ലേ. പക്ഷേ എങ്കിലും ഇവിടെ വേറെ സാധനമുണ്ട്, ട്രെയിന്, നട റൂട്ടിൽ ട്രെയിൻ നിൽക്കണ്. ഇത് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുക ഞങ്ങള്. എൻ്റെ മുന്നേതാ, നിന്റെ മുന്നേ അത്. ഓ ഗായ്സ്, ഇതാണ്ടോ, ഇതാണ് മുന്നെന്ന് പറയാൻ. ഇത് രാജാറാണി റൂട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്പീഡ് 110, 100 ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെന്താ അറിയോ, ഇത് നമ്മൾ എന്താ ഇന്ന് രാവിലെ അല്ലേ നമ്മൾ കണ്ട് ഇതുപോലത്തെ വേറെ സാധനം കൊണ്ടുവന്ന ആ
അപ്പോൾ അതുപോലത്തെ ഒരു എന്താ ചേസുമ്മലാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സൈഡ് തന്നെ ഉണ്ടാവും ഒരു 4, 4, 8, 12 വീല് ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ അവിടെ ഉണ്ടാവും. ഈ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ട് നന്നാക്കിക്കൊണ്ട് നിൽക്കുക. പുതുപുത്തൻ സാധനമാണ് പുതുപുത്തൻ സാധനമാണ്. ഓ ഇതിപ്പോഴും ട്രാക്കിൽ കയറിയില്ല. അതിലാണ് ഇതിൻ്റെ പണിക്കാരാൻ്റെ ഡ്രൈവർമാരാന്ന് തോന്നുന്നത്. ഹായ് ഹായ് യൂട്യൂബർ കേരള. വണ്ടിൻ്റെ ടയറിന് എന്തോ പറ്റിയിട്ട് ആകെ പ്രശ്നമായിക്കണു വണ്ടിയിലെ. ഇതാണോ ഒരു മുറിച്ച് ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇഞ്ചിന് കണ്ടങ്ങൾ പുതുപുത്തൻ ഇഞ്ചിനാണ്. പക്ഷേ വന്ദേ ഭാരതൊന്നുമല്ല. എമ്മ സാധനല്ലയാ. 6 ആളാണ് ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 6 ആൾ. ഒരുപാട് ലിവറുകളും ടയറുകളും ഒരുപാട് എന്താ പറയുക ആക്സിലുകളൊക്കെ ഉള്ളൊരു വണ്ടി. അതുപോലെ തന്നെ അടുത്തൊരു ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മോനെ എമ്മ സാധനം അത്. ഇതാട്ടോ ഈ വണ്ടിയാണിത് വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടി. ഓ മൈ ഗോഡ്. ഇത് ഞാൻ റോട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് റോട്ടിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. അതുണ്ടെങ്കിൽ ഈ ടയറിന് ഇങ്ങോട്ട് അവിടെ പൊന്തിച്ചിട്ട് അവിടെ നിന്ന് ചെരിച്ചു വെച്ചേക്കുവാണത് അല്ലേ. ഈ ലോഡോട് കൂടിയിട്ട് ഒരു പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഓരോ സാധനങ്ങൾ നോക്കിക്കോളൂ. ഇതിലെന്താ പറയുക, ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടൂൾസാണല്ലേ. ഇതിൻ്റെ ഈ അറയിൽ ടൂൾസാണ്. ഈ അറയിൽ എന്താ അറിയില്ല. ഇവിടേക്ക് ബാക്കിക്കൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് എന്താ അറിയില്ല. ഏതായാലും ഈ ഒരു സാധനം ഞങ്ങൾ കാണുന്നത് കരുതിയല്ല. എന്നാലും നമ്മൾ ട്രെയിനിൻ്റെ വീലുണ്ട്. ഓ ഇതിൻ്റെ അടിഭാഗമൊക്കെ നോക്കാം. ഓ എൻ്റെ മോനെ, ഇതിന് സൈലൻസർ ഇത് സൈലൻസറാണോ അതില്ലേ? അത് വീലൊക്കെ പുതുപുത്തൻ, എല്ലാം പുതുപുത്തൻ പുതിയ സാധനമാണ്. സൂപ്പർ ഇതാ ഇവിടെ ഇതാ ഒരു സൈലൻസർ ഇങ്ങോട്ട് അല്ലേ. എൻ്റെ അള്ളിയന്മാരെ, ഇതൊരു വല്ലാത്തൊരു കാഴ്ച കേട്ടോ. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്ന കാണുന്നത്. റോട്ടിൽ കൂടെ ട്രെയിൻ പോകും. ഏതായാലും അടിപൊളിയല്ലേ. എങ്ങനെയുണ്ട്? ഇതൊക്കെ തന്നെയാണ് യാത്രകൾ ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് പല ജാതി വണ്ടികളെ കാണാൻ പറ്റും. അതിനൊക്കെ ലോഡുകൾ നമ്മൾ നോക്കുകയുണ്ടല്ലോ, വളരെ വ്യത്യസ്തമായിരിക്കും. ഓ പടുക്കൂറ്റ സാധനം അവിടെ ഹോണൊക്കെ ഉണ്ടോ ഏടോ, എല്ലാ സംഭവം ഉണ്ട്. ഭായ് ആപ്കാ നാം? പ്രവേശ് ചന്ദൻ കുത്ത. ഗായ്സ് ഇവര് 2 രാജസ്ഥാനികളും ബാക്കിയുള്ളവരൊക്കെ UP അല്ലേ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അത്ര ആളുകളാണ് അവരുള്ളത്. ഇവർ ഈ സാധനം കൊണ്ടുപോകുന്നത് 15 ദിവസം കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഈ പറയുന്ന അമ്പല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ ഒരു വണ്ടിയുടെ വാടക എത്ര അറിയോ? 18 ലക്ഷം റുപ്യ. റുപ്യാണ് ഈ വണ്ടിയുടെ വാടക. ഈ സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഈ ഒരു എഞ്ചിൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത്രയും ആളുകളുടെ ശമ്പളം കാര്യമൊക്കെ. ഒരു വണ്ടിയിൽ 3 പേരുണ്ടാവുകയെന്നാണ് പറഞ്ഞത്. അതായത് ഡ്രൈവർ, ഹെൽപ്പർ, പിന്നെ ഒരു മെക്കാനിക്കും ഉണ്ട്. അങ്ങനെ ഏതായാലും 18 ലക്ഷം റുപ്യയും കൊണ്ടാണ് ഗൈസ് ഈ ലോഡ് കൊണ്ടുപോകണേ. ട്രെയിനിൽ കയറാൻ വേണ്ടി പോകണം. അതെ, വാടാ പയ്യ. ഓക്കെ. അപ്പൊ ഞങ്ങൾ ട്രെയിനിന്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒന്നും തൊടണ്ട. ഇത് എന്തൊക്കെയാണ് ലിവർ ഒന്നും നമുക്കൊന്നും മനസ്സിലാവണില്ല. പിന്നെ ഇവിടെ എന്താ സ്പീഡാണുള്ളത്? ഇവിടെ മോനെ ഇത് സ്പീഡല്ലേ? ഇവിടെയാണ് സീറ്റ് ഉള്ളത് കേട്ടോ. സീറ്റ് നമുക്ക് ഇങ്ങനെ ഉണ്ടോ? പക്ഷേ ഇരിക്കാൻ പറ്റണ. ഇരിക്കാൻ പറ്റണ വേണ്ട, ഇരിക്കണ്ട. പിന്നെ ഇത് വിൻഡോ അല്ലേ? ട്രെയിൻ ഇങ്ങനെ പോകൂട്ടിക്കോ. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ പോലും വല്ല സാധനങ്ങളൊക്കെ കിട്ടാണ്ടേ. ഇതാണ്ടോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ബ്രേക്കാണോ? ബ്രേക്കാ. ഫ്യൂൽ സർവീസ്, ഓവർ RDN, എമർജൻസി. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് മീറ്ററുകൾ കാര്യങ്ങൾ അങ്ങനെ പുതിയ സാധനമാണ് ഗൈസ്, പുതിയ സാധനമാണ്. പിന്നെ ബായ് നമ്മളെ ബായ് ആപ്കാ നാം കേ? അജയ് പട്ടേൽ.
ആദ്യ പട്ടേൽ. ഓ കൈമ ഗ്രീസാണ്. അപ്പോൾ ചെറുതായിട്ട് കുടിക്കാം. ഓ ഇതിൻ്റെ ഉള്ളിലൊരു ഇതൊരു ക്യാബിനാണ് അല്ലേ? ഇവരെതിരെ കിടക്കണേ സ്ലീപ്പിംഗ് റൂം. യുവർ ക്യാബിൻ, ഓഫീസേഴ്സ് ക്യാബിൻ. ഓഫീസേഴ്സിൻ്റെ ക്യാബിനാണ്. ഇതിന് മേലും താഴെയുണ്ട്. ആഹാ ലാ 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 ലാ. ഇതിൽ ആരെ കടക്കാൻ പോണ ഓഫീസർ അറിയില്ല. പക്ഷെ എന്തായാലും ഫസ്റ്റ് കാണുന്നത് ഇവരാണ് അല്ലേ? നമ്മളിതിൽ ഇരുന്നുണ്ട് എന്തായാലും. ഇനി അടുത്തതായിട്ട് നമ്മുടെ പരിപാടി ഒരു ട്രെയിനൊക്കെ ഇതിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാം കേട്ടോ, കാഴ്ചകൾ ഇങ്ങനെ കാണാം. പിന്നെ ഇവിടെ ഉണ്ട് ടോയ്ലറ്റാ. അതെ ടോയ്ലറ്റ്. ഓക്കെ. ഇനി ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ പവർ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ജനറേറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ സെറ്റ് ഇത് ഇരുടാണല്ലോ മൊത്തത്തിൽ അല്ലേ? ബായ് ബായ്. പിന്നെ ഇങ്ങോട്ട് പോകുന്നത് ചിലപ്പോൾ ഇത് ഇനിയും സെറ്റപ്പുകൾ പലതും ചെയ്യാണ്ടാവും അല്ലേ? ആ അതെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ വണ്ടി അവിടെയാണ്, നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആണോ ഈ സൈഡിലുള്ള അതേമാതിരി തന്നെ ഇവിടെ തുറക്കണല്ല. തുറക്കാം. ഇതിങ്ങോട്ട് വലിച്ച് ഞാൻ തുറക്കട്ടോ. അങ്ങോട്ട് പോരുട്ടോ ചെരിഞ്ഞിക്കണോണ്ടേ. ഓ ഇതിനുള്ളിലൊക്കെ ചൂടാണ് കഴിച്ച്. ഇവിടെ ഇങ്ങനെ ഇരുന്നാണ്ടല്ലേ ചങ്ങന്മാര്. ട്രെയിന് ട്രെയിനിന്റെ ഉള്ളിലാണ് ഞങ്ങൾ. ഞാൻ ആദ്യമായിട്ട് അതിനെ അവിടെ നോട്ടെ. എന്നാ പോവാ. ഓക്കെ ലെറ്റ്സ് ഗോ. അടിപൊളി. അയ്യോ 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 പൂരാ സിസ്റ്റം എത്തിരിച്ചേ. ഓ ഇവിടെയാണ് എല്ലാ കൺട്രോളും ഉള്ളതെന്നാണ് അവൻ പറയണത്. ആയിക്കോട്ടെ എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. കാണണ്ടോ റോഡ് കാണണ്ടോ? സമയം എന്ന് പറയുന്നത് 7 മണിയായി. കാട്ടിലാണ്. കാടിന് പുറത്തേക്ക് ചാടട്ടെ. തേങ്ങമാരെ നമ്മൾക്കിന്ന് സമയം എത്ര ഇവിടെ? 8 മണി സമയമായി. നല്ലൊരു ധാബ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ധാബയിലാണ് നിൽക്കുമ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇടാക്കിയിട്ടുണ്ട്. ഒന്നും കൂടി റെഡിയാക്കി നിർത്താണ്ട് അല്ലടാ? ഒന്നുകൂടി റെഡിയാക്കി നിർത്താണ്ട്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു സംഭവമുണ്ട്. ഇതിൽ ഭയങ്കര വട്ടം കൂടിയിരുന്ന എല്ലാവരും ഭയങ്കര വലിയായിരുന്നു. ഇതിലിപ്പോഴും കനലൊക്കെ ഉണ്ട് അല്ലേ? പ്രത്യേകിച്ചൊരു മണം എനിക്ക് തോന്നുന്നില്ല. അതായത് ഇതുവരെ ആയിരുന്നു അവരുടെ ഒരു വലിയ എന്ന് പറയുന്നത് അല്ലേ? ഇതിങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ എടുക്കും. വട്ടത്തിനാണ് അവർ ഇരുന്നത് അല്ലേ? പക്ഷേങ്കിൽ ആ നേരത്ത് നമ്മുടെ ഞങ്ങളൊരു ചായ കുടിക്കായിരുന്നു. അവർ വലിക്കുന്ന നേരത്ത് നമ്മുടെ ക്യാമറയിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി എത്തിച്ചേക്കായിരുന്നു. ഏതായാലും അപ്പോൾ ഇന്നത്തെ താപ ഇതാണ്. പക്ഷേങ്കിൽ താപയിൽ ഈ നേരത്തൊന്നും വണ്ടികൾ കയറിയില്ലല്ലോടാ? കയറണല്ലേ? കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാണ് അല്ലേ? ആ അത് ഒറ്റയാൾ മാത്രമല്ല, ഇവർക്ക് ആളുകൾ കയറിയല്ലേ? ഡ്രൈവർമാർ ഇങ്ങോട്ട് കയറിയാലേ ഉള്ളൂ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചമുള്ളൂ. പക്ഷേങ്കിൽ എന്താ പറ്റിയറിയില്ല, ആരും വല്ലാതെ കാണാനില്ല. വരുമായിരിക്കും, വരുമെന്ന് പ്രതീക്ഷിക്കണം. ഞങ്ങളെന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെയാണ്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ വേണ്ടി വരും. ഓക്കെ ബൈ.